Hello friends, once again welcome back to my channel. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ഇൻവൈറ്റേഷൻ ലിങ്ക് ഇല്ലാതെ എങ്ങനെ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലബ് ഹൗസ്, അതുപോലെ എങ്ങനെ ക്ലബ് ഹൗസിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം തുടങ്ങിയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ ടൈപ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻവൈറ്റേഷൻ ലിങ്ക് ഇല്ലാതെ, അപ്പോൾ നമ്മൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ക്ലബ് ഹൗസിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്നിരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഒരു അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഈ ഒരു പേജിൽ ഇവിടെ താഴെ നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു കോളം കാണാം. അപ്പോൾ ഇതിൽ നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് മുന്നായിട്ട് നമ്മൾ ആ ഒരു കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ കൺട്രി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിലോട്ട് നമ്മുടെ ക്ലിക്ക് ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലൊരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും വെൽക്കം ടു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ ഇതിന് താഴെ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു iOS-ൻ്റെ 2 ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഡിവൈസിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആൻഡ്രോയിഡിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിലോട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ക്ലബ് ഹൗസിൻ്റെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ടെങ്കിൽ മുകളിൽ കാണാൻ പറ്റും ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൻ്റെ ഈ ഇതിലോട്ട് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലൊരു പേജാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ രീതിയിലല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു OTP ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങളെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ, അങ്ങനെ മറ്റേതെങ്കിലും പേജ് വരികയാണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് പോവുക ആ ഒരു പേജ്. ഇനി അതല്ല, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ആ ഒരു യൂസർ ID നിങ്ങൾ മുന്നേ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ID റിസർവ് ആവുന്നതാവും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് ബാക്കിലോട്ട് വരിക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുള്ള ആ ലിങ്കിലോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ആ ലിങ്കിലോട്ട് അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാണ്. ിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു പേജ് വീണ്ടും വരും. അതിനുശേഷം ഇവിടെ ആ ഒരു നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ആ കൊടുത്ത സെയിം നമ്പർ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക. അതുപോലെ ആ ഒരു കൺട്രി ഏതാണ്, കൺട്രി കോഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അതിനുശേഷം വീണ്ടും എനിക്ക് ആ ഒരു സെയിം പേജാണ് ഇവിടെ വന്നിട്ടുള്ളത്, വെൽക്കം ടു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ്. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും ആ ഒരു നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു പേജാണ് വന്നിട്ടുള്ളത്, ഒരു വെൽക്കം പേജാണ്. അതുപോലെ ഇവിടെ കാണാം ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഫ്രണ്ട്സ്, അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. ഇതിൽ നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെ കൺട്രി കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു OTP വരും. അപ്പോൾ ആ ഒരു OTP അടുത്ത പേജിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ OTP ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഫ്രണ്ട്സ്, അതിനുശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിലിവിടെ താഴെ കാണാൻ സെറ്റപ്പ് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിൽ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങളെ പേരെന്താണോ ഫുൾ നെയിം അത് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ പേര് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒറ്റ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ പേര് കൊടുക്കുമ്പോൾ. പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. ഇതിലിവിടെ കാണാം പിക്ക് എ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു യൂസർ നെയിം കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസർ നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരു പേജ് വരും. ഇതിൽ നിങ്ങളെ ഫോട്ടോ ആഡ് ചെയ്യുക. ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഒരു പ്ലസ് ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ടാഗുകളാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ കാറ്റഗറികളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതാവും നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യും. ഓരോ ചാറ്റ് റൂമുകളും അതുപോലെ ഓരോ ക്ലബ്ബുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു ടൈം ലൈനിൽ ആപ്പ് ഓപ്പൺ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ബട്ടന് മുകളിലുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഫൈൻഡ് പീപ്പിൾ എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേണ്ട ടാഗുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഫൈൻഡ് പീപ്പിളിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഫ്രണ്ട്സ്, അതിനുശേഷം ഇതുപോലൊരു പേജ് വരുന്നതാവും. അപ്പോൾ ഇതിൽ നിങ്ങളെ കോൺടാക്റ്റിലുള്ള ആരൊക്കെ ഈ ഒരു ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരൊരു പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം.
ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ കാണാൻ താഴെ ലുക്സ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ ആ ഒരു പ്രൊഫൈൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഇൻവൈറ്റേഷൻ ലിങ്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.